നടക്കുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AATUC സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. ഓഫീസ് ഉദ്ഘാടനം കമലാ സദാനന്ദനും ലോഗോ പ്രകാശനം P. രാജുവും നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ KL ദിലീപ് കുമാർ അധ്യക്ഷനായി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി T. രഘുവരൻ, തുമ്പളം രാജപ്പൻ, PO ആന്റണി, PJ കുശൻ, VO ജോണി എന്നിവർ സംസാരിച്ചു. ജനുവരി 22 മുതൽ 24 വരെയാണ് സംസ്ഥാന സമ്മേളനം. കേന്ദ്ര ഗവൺമെന്റ് ശല്യം നമുക്കൊരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മത്സ്യമേഖലയിലെ ഭവനിർമ്മാണത്തിനായി നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു നയാ പൈസ പോലും അനുവദിക്കുന്നു. കേരളത്തിന്റെ വികസനത്തെ സംരക്ഷിക്കാൻ, കേരളത്തെ തകർച്ചയിൽ മുതിർത്താൻ, കേരളത്തിലുണ്ടാവുന്ന വൻ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണാൻ പണം എന്ന് സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് മുഖം തിരിച്ചിരുന്നുകൊണ്ട് കേരളീയരെ ആക്ഷേപിക്കുന്ന സംവിധാനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ സമ്മേളനം തീർച്ചയായും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള സമ്മേളനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ലോഗോ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എല്ലാ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അഭിവാദ്യം. നമ്മുടെ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാസുരാന്തനാണ് സ്വാഗത സംഘത്തിൻ്റെ ലോഗോ പ്രകാശനത്തിനുള്ള ലോഗോ ഇവിടെ തയ്യാറാണ്. അതും ഇതോടൊപ്പം തന്നെ ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് സംസാരിച്ചു കഴിഞ്ഞ പ്രകാശനം വൈറ്റിക്കരയിൽ വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിലനിൽക്കുന്ന വളരെയേറെ ഗൗരവവും പ്രാധാന്യവുമുള്ളതായ ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന സമ്മേളനമാണ്. 3 ദിവസക്കാലമാണ് ഈ സമ്മേളനം മത്സ്യത്തൊഴിലാളി നടക്കാനായിട്ട് പോകുന്നത്. സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന റാലി ഈ വൈപ്പിൻ പ്രദേശത്ത് നടത്താൻ തീരുമാനിച്ചു. അത് 22-ാം തീയതിയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വിശ്വമാണ്. കൂടാതെ ഫെഡറേഷൻ്റെയും AATUCയുടെയും പാർട്ടിയുടെയും പ്രമുഖരായ നേതാക്കന്മാരുടെ സാന്നിധ്യം ആ സമ്മേളനത്തിലുണ്ടാകും. 23-ാം തീയതി സഖാവ് മീശാൻ നഗറിൽ കർത്തേളം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം AATUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് KT രാജേന്ദ്രൻ ഉദ്ഘാടനം. ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TJ ആഞ്ചലോസാണ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അന്ന് തന്നെ 3 മണിക്ക് കേരളത്തിൻ്റെ മത്സ്യമേഖല പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സമീപനം സംബന്ധിച്ച് വിശദമായ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. അതായത് കേരളത്തിലെ പ്രമുഖമായ എല്ലാ മത്സ്യമേഖലയിലെ സംഘടനയുടെയും നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. മുൻ ബ്രിട്ടീഷ് വകുപ്പ് മന്ത്രി സഖാവ് S. ശർമ്മ, മുൻ MP-യും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ TN പ്രതാപൻ, ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ V. ദിനകരൻ, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് സേവൻ കളപ്പുരക്കൽ, അതുപോലെ തന്നെ സഖാവ് ചാൾസ് ജോർജ് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ സഖാവ് കൂട്ടായി ബഷീർ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെ എല്ലാ നേതാക്കന്മാരും നമ്മുടെ സെമിനാറിൽ പങ്കെടുക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറിയും DC മെമ്പറുമായിട്ടുള്ള സഖാവ് ദിലീപ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള സഖാവ് രഘുവരൻ, നമ്മുടെ സീനിയർ ലീഡറായിട്ടുള്ള
കുമ്മളൻ രായപ്പ സഖാവ്, ജോണി ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പർ ആന്റണി, കൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ്, സുനിൽ ഇവിടുത്തെ സെക്രട്ടറി, പ്രദീപ്, എൻ്റെ കൂടെയുള്ള മുഴുവൻ പാർട്ടി നേതാക്കളെ, ബാബു ഉൾപ്പെടെയുള്ള സഖാക്കളെ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ വെച്ച്, അതായത് എറണാകുളം ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് AITC ആലോചിച്ചപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ടി ആലോചിച്ചത് പൈപ്പിനിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. അത് പ്രകാരം അതിന്റെ സ്വാഗത സംഘം രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് അതിന്റെ സ്വാഗത സംഘ ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മത്സ്യത്തൊഴിലാളി സംഘടനയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇവിടെ രഘുവര സഖാവും കുമ്മളരായ സഖാവും ഒക്കെ വളരെ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ സമ്മേളനം ഗംഭീര വിജയമാക്കി തീർക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ജില്ലയിൽ വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിനിൽ വെച്ച്, ഈ കടലോര മേഖലയിൽ വെച്ച് ഈ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സമ്മേളനം നടത്തുമ്പോൾ എന്തുകൊണ്ടും അത് ഗംഭീരമായി നടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മത്സ്യം പിടിക്കാൻ പോയാൽ മത്സ്യം കിട്ടാത്ത ദിവസങ്ങളിൽ ഡെയിലി എന്നോണം ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം കിട്ടുന്ന ആളുകളല്ല മത്സ്യത്തൊഴിലാളികൾ. ചില ദിവസം പോകുമ്പോൾ മത്സ്യം കിട്ടും, ചില ദിവസം പോകുമ്പോൾ കിട്ടില്ല. അതുപോലെ തന്നെ അത് വിൽക്കാൻ കൊണ്ടുവന്നാലും അതുപോലെ തന്നെ നല്ല വിൽപ്പനയുള്ള ദിവസം ഉണ്ടാവും, അല്ലാത്ത ദിവസം ഉണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. ചിലപ്പോൾ കുഴപ്പണിയായിരിക്കും ചിലപ്പോൾ, കാരണം ഒന്നും കിട്ടാതെ കടലിൽ പോയി തിരിച്ചു വരുന്നവരുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ യൂണിയന്റെ സമ്മേളനം നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാവും. എന്തായാലും ഈ വൈപ്പില്ല ഈ കടലോര മേഖലയിൽ തന്നെ വെച്ച് ഇതിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതെല്ലാം ചർച്ച ചെയ്യാനും ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പരസ്പരം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, നമ്മൾ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടാവും, വള്ളത്തിൽ പോകുന്നവരുണ്ടാവും, അതുപോലെ തന്നെ മത്സ്യം വിൽക്കാൻ പോകുന്നവരുണ്ടാവും, മത്സ്യത്തൊഴിലാളികളായി ചെമ്മീൻ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. നിരവധിയായ നാനാ മേഖലകളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ കടലോര മേഖലയിൽ നടത്തുന്ന ഈ സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ടും വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജില്ലാ പ്രസിഡന്റ് മന്ത്രിസഭയുടെ സെക്രട്ടറി, ഇതിന്റെ കൺവീനർ കൂടിയായ വിജയവേദൻ, ലോഗോ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രായ് സഖാവ്, ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ വളരെ ഗംഭീരമായി തന്നെ നല്ല പ്രസംഗം നടത്തിയിട്ടുള്ള നമ്മുടെ ചേച്ചി, സംസ്ഥാന സെക്രട്ടറി സഖാവ് ടി രഘുവരൻ സഖാവ്, ജില്ലാ സെക്രട്ടറി ജോണി സഖാവ്, ദേശീയ സെക്രട്ടറിമാരായ കുമ്മളൻ രായപ്പ സഖാവ്, ആന്റണി, AITCയുടെ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.